ചാലക്കുടി മണ്ഡലം യഥാർത്ഥത്തിൽ ആലുവ പുഴയിലെ സാഹചര്യം പോലെയാണ്. വേനൽക്കാലത്ത് ഈ ആലുവ പുഴ ഇങ്ങനെ തെളിഞ്ഞൊഴുകുമ്പോൾ അതിന് പുറമേക്ക് എന്തെങ്കിലും പ്രകമ്പനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷേ പുഴയുടെ അടിത്തട്ടിൽ ആഴത്തിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. ഇത് ചാലക്കുടിക്ക് പുറത്തുള്ളവർക്ക്, ചാലക്കുടി മണ്ഡലത്തിന് പുറത്തുള്ളവർക്ക് ഒരു പക്ഷേ അതങ്ങനെ അനുഭവവേദ്യമാകണമെന്നുമില്ല. അങ്ങനെ പ്രകമ്പനങ്ങളും അടിയൊഴുക്കുകളും അലയൊലികളുമുള്ള ഈ ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. ചാലക്കുടി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം, ദേശീയ തലത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്യുന്ന എത്രയൊക്കെ വിഷയങ്ങൾ ഈ ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ അടുത്ത ഒരു മണിക്കൂറിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ ആരംഭിക്കുന്നു ഇവിടെ രാഷ്ട്രീയം പറയാം ആലുവയിൽ നിന്ന് ചാലക്കുടിയുടെ മണ്ഡലത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഈ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട മുന്നണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. ഞാൻ അതിഥികളെ പരിചയപ്പെടുത്താൻ പ്രിയ പ്രേക്ഷകർക്കായി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് CPM-നെ പ്രതിനിധീകരിച്ച് ഇടതു മുന്നണിയിൽ നിന്ന് അഡ്വക്കേറ്റ് KK ഷിബു. അദ്ദേഹം ഇടതു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നയാളാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് UDF-ൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ. അദ്ദേഹം UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുകയും നമ്മളുടെ ടെലിവിഷൻ സംവാദങ്ങളിലെ സ്ഥിരം മുഖവുമാണ്. BJP-യെ പ്രതിനിധീകരിച്ച് NDA-യുടെ പ്രതിനിധി ശ്രീ ഷാജുമോൻ വട്ടേക്കാട്. അദ്ദേഹം BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. ഈ മൂന്ന് പേരും അവരുടെ രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലാണ് നമ്മളോടൊപ്പം ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടിയുടെ ഭാഗമാകുന്നത്. നമുക്ക് നേരിട്ട് ചർച്ചയിലേക്ക് പോകാം. മുന്നണികളുടെ നിലപാടുകൾ എന്താണ്, അവരുടെ പ്രതീക്ഷ എന്താണ്, അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ എന്താണ് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. ശ്രീ KK ഷിബു, നമ്മൾ എന്തുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാർ, ചാലക്കുടിയിലെ വോട്ടർമാർ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം, ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ടതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുന്നത് ചുരുങ്ങിയ വാക്കുകളിൽ? ഇവിടെ ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രൊഫസർ C രവീന്ദ്രനാഥാണ്. ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, ഒരുപക്ഷെ പ്രൊഫസർ മുണ്ടശ്ശേരി മാസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു രവീന്ദ്രനാഥ് സാറ്. അതോടൊപ്പം തന്നെ സംശുദ്ധമായിട്ടുള്ള വളരെ ലാളിത്യമുള്ള ജീവൻ നയിക്കുന്ന രവീന്ദ്രൻ മാഷ് തീർച്ചയായിട്ടും ചാലക്കുടി പ്രതിനിധിയായി പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന MP ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി വേണ്ടത്ര ഒന്നും ചെയ്യാതെയാണ് MP മുന്നോട്ട് പോയിട്ടുള്ളത്. 1-2 ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അങ്കമാലിയിലെ ടെക്നോളജി സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനം 1000 കോടി രൂപ മുടക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് അത് ആരംഭിക്കുന്നതിന് വേണ്ടി ഇന്നസെൻറ്റിൻ്റെ സമയത്ത് ഇത് ആരംഭം കുറിച്ചത്. അത് ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൊരട്ടിയിലുള്ള ഗവൺമെൻറ് പ്രസ് അത് അടച്ചുപൂട്ടപ്പെട്ടു. 6 വർഷക്കാലമായി അങ്ങനെ ഇപ്പോൾ കിടക്കുകയാണ്. 80 ഏക്കർ ഭൂമി, ആ ഭൂമിക്കകത്ത് മികവുറ്റ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരാൻ വേണ്ടിയുള്ള DPR തയ്യാറാക്കിയിട്ടാണ് ഇന്നസെൻ്റ് തൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. അതും അങ്ങനെ കിടക്കുകയാണ്. മൂന്നാമതായി, ചാലക്കുടിയിലുള്ള രാഘവൻ തിരുവൽപ്പാടിൻ്റെ പേരിലുള്ള ആയുർവേദ ആശുപത്രി, ആ ആശുപത്രി നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായി ഈ മെട്രോയുടെ സാമീപ്യം കൂടിയുള്ള ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾക്കകത്ത് ആ മെട്രോയെ അങ്കമാലിക്കടക്കം നീട്ടിക്കൊണ്ട് എറണാകുളം ജില്ലയുടെ വികസനത്തിൻ്റെ കുതിപ്പായി മാറാൻ കഴിയുമായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു കാര്യം പോലും ചെയ്യാത്ത ഒരു MP-യാണ് ബെന്നി ബെഹനാൻ എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള പ്രശ്നത്തിനകത്താണെങ്കിലും, അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞ കാര്യത്തിലാണെങ്കിലും, അതോടൊപ്പം തന്നെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റുകൾ അതിന് യൂണിയൻ നിലയ്ക്ക് അതിനെ മാറ്റിക്കൊണ്ട് ഇന്ന് ഏകാധിപത്യം കൊണ്ടുവരുന്ന നരേന്ദ്രമോദിക്കെതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു MP-ആയി ഈ പറയുന്ന ബെന്നി ബെഹനാൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഇന്നുള്ള BJP-യുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടത്തിൽ ഏറ്റവും മികവുള്ള ആളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും രവീന്ദ്രനാഥ് മാഷ് മാറാൻ കഴിയും. അത് കഴിഞ്ഞ 5 വർഷക്കാലം നിശബ്ദനായിരുന്ന് ഒരു കാര്യം വേണ്ടത്ര ചെയ്യാതെ
നമ്മുടെ മണ്ഡലത്തിനകത്ത് വികസന സ്തംഭനാവസ്ഥ സൃഷ്ടിച്ച MP ആയിരുന്നു ശ്രീ ബെന്നി ബെഹനാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമല്ല, ഒരുപക്ഷെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞ വിവരം വെച്ചുകൊണ്ട് സുനിൽ കനകോൽ എന്ന് പറയുന്ന പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെ നടത്തിയ സർവേക്കകത്ത് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാമത്തെ മണ്ഡലം ബെന്നി ബെഹനാൻ തോൽക്കുമെന്ന നിലയ്ക്കാണ് പത്രം റിപ്പോർട്ട് കണ്ടത്. അത് തികച്ചും ശരിയാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയും. വസ്തുതവരെ പരിശോധിക്കുമ്പോൾ ഒരു നിഷ്ക്രിയനായിട്ടുള്ള പിന്നെ വികസനത്തിൽ ഒരു കാര്യം ചെയ്യാത്ത MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ തോൽക്കുക തന്നെ ചെയ്യും. മറുഭാഗത്ത് ഏറ്റവും മിടുക്കനായിട്ടുള്ള നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നല്ല രാഷ്ട്രീയക്കാരനായിരുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള രവീന്ദ്രൻ മാഷ് ജയിക്കണമെന്നാണ് മഹാഭൂരിപക്ഷ ആളുകളും ഈ ആലുവയ്ക്കകത്തും അങ്കമാലിക്കകത്തും ചാലക്കുടിക്കകത്തും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചു. നമുക്ക് ഈ 3 പേർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്ന വോട്ടേഴ്സിന്, നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ ചോദ്യങ്ങളിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ, എങ്ങനെ UDFന് ഇവിടുത്തെ ജനങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം? ഇവിടെ പൗരത്വ പ്രശ്നത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല, ആർട്ടിക്കിൾ 370യുടെ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല, കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് എന്നാണ് ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞത്. അങ്ങനെ നിലപാടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസിന് അതിൻ്റെ പ്രതിനിധിയായ ബെന്നി ബെഹനാന് എന്തിന് ചാലക്കുടിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? കഴിഞ്ഞ 5 വർഷക്കാലം ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ MP കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ MP-മാരുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് 5,52,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി. വെളിച്ച വിതരണത്തിന് 1,71,00,000 രൂപയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ 1,65,00,000 രൂപയുടെ പദ്ധതികൾ, റോഡുകൾക്ക് 3 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ 1.5 കോടി രൂപയുടെ പദ്ധതികൾ, കായിക മേഖലയിലും 1 കോടി രൂപയുടെ, ഭിന്നശേഷിക്കാർക്ക് 13 ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ, സ്മാർട്ട് അംഗൻവാടികൾക്ക് 2 കോടി, കാർഷിക ആവശ്യങ്ങൾക്ക് 65 ലക്ഷം, SC/ST വിഭാഗങ്ങൾക്ക് 2 കോടി, ST വിഭാഗങ്ങൾക്ക് 1,30,00,000. അങ്ങനെ സമസ്ത മേഖലയിലും ടച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ബെന്നി ബെഹനാന് സാധിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ, ഞാൻ എടുത്തു പറയുന്നു, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ MP-മാരുടെയും തനത് വിനിയോഗ ഫണ്ട് എല്ലാം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു MP അദ്ദേഹത്തിന് സാധിക്കാവുന്ന മുഴുവൻ രീതിയിലും ഫണ്ടുകൾ ചാനലൈസ് ചെയ്ത് CSR ഫണ്ടുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധത്തിലായിക്കൊള്ളട്ടെ, സൗജന്യ വാക്സിൻ കൊടുക്കുന്നതിലായിക്കൊള്ളട്ടെ, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ സമസ്ത മേഖലയിലും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ആ തെളിവിൻ്റെ ബലത്തിലാണ് അദ്ദേഹം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ആ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് LDF പ്രതിനിധി സംസാരിച്ചു. അദ്ദേഹം ജോസഫ് മുണ്ടശ്ശേരി മാഷിന് ശേഷമുള്ള കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന്. എങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി മാഷിന് ശേഷം CPM ആദ്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ മന്ത്രിയായിരുന്ന MA ബേബി മോശക്കാരനായിരുന്നു എന്നാണ് അദ്ദേഹം വ്യംഗ്യതരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ 2 വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ പറഞ്ഞ LDFൻ്റെ സ്ഥാനാർത്ഥിയേക്കാൾ മോശക്കാരാണ് എന്നുള്ള അഭിപ്രായമല്ലേ? കാരണം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു C രവീന്ദ്രനാഥ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആളുകളും അതിൽ താഴെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് CAക്ക് എതിരെ മാത്രമല്ല, ഞങ്ങൾ പൗരത്വ വിഷയം മാത്രമല്ല ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങളെ, മതേതര സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന, രാജ്യത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പോലും വളച്ചൊടിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും, അഴിമതിയുടെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ആൾക്കൂട്ട കൊലപാതകങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പട്ടിണി ആയിക്കോട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, തൊഴിലില്ലായ്മ ആയിക്കൊള്ളട്ടെ, സ്ത്രീ പീഡനങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ആദിവാസി ദളിത് പീഡനങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ നടക്കുന്ന വലിയ ധ്വംസനങ്ങളൊക്കെ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ നരേന്ദ്രമോദിയെ ഏത് രീതിയിൽ എതിർക്കുന്നോ അതേ രീതിയിൽ തന്നെ പിണറായി വിജയനെയും എതിർക്കും. കാരണം ഇവിടെ എക്സാലോജിക് തുടങ്ങിയപ്പോഴാണ് അവിടെ നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് തുടങ്ങുന്നത്. അഴിമതിയുടെ വ്യത്യസ്ത രൂപങ്ങൾ എന്ന് മാത്രം. ഇവിടെ PSCയുടെ വിദ്യാർത്ഥികൾ, PSCയിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് മുട്ടിലഴഞ്ഞ് പട്ടിണി സമരം നടത്തുമ്പോൾ പ്രതിവർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ഈസ്റ്റർ കഴിഞ്ഞു, വിഷു വരാൻ പോകുന്നു, റംസാൻ വരാൻ പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു പലവ്യഞ്ജന സാധനം കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലുണ്ടോ? ഇല്ല. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ് ഉന്നാവും ഹത്രാസും കാശ്മീരിലെ ആസിഫയുടെയൊക്കെ മരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ എങ്ങനെ വിമർശിക്കുന്നു അതേ രീതിയിൽ തന്നെ വിമർശിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുമുള്ളത്. കോഴിക്കോട് ഹോസ്പിറ്റലിൽ ICUയിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പം നിന്ന ഹെഡ് നേഴ്സിനെതിരെ കേരളത്തിലെ സർക്കാർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഏത് രീതിയിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെ എതിർക്കുന്നു അതേ രീതിയിൽ തന്നെ അതിശക്തമായിട്ട് എതിർക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള മോദി പിണറായി ഇരട്ട എഞ്ചിൻ സർക്കാരുകൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവിധി UDFന് 20 സീറ്റിലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. UDFന്റെ വിലയിരുത്തൽ ഇതാണ്. ശ്രീ ഷാജിമോൻ, കഴിഞ്ഞ തവണ ഏതാണ്ട് 1,30,000-ന് വോട്ട് അല്ലേ, 1,22,000-ൽ പരം വോട്ട് BJPക്ക് ഈ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു. അതെ, അത്രയും മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ? എന്താണ് NDA ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട്? NDAയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യം ഭരിക്കുകയാണ്. ഈ രാജ്യത്ത് വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയ പാത വെട്ടിത്തുറന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഇന്ന് രാജ്യത്ത് എല്ലാ മേഖലയിലും വികസനം എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, 57 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കട്ടുമുടിച്ചു എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഒരു കുടുംബത്തിലേക്ക്, നെഹ്റുവിൻ്റെ ആ കുടുംബത്തിലേക്ക് മാറി എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ രാജ്യത്താകമാനം അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിന് മുൻപുണ്ടായിരുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പര്യായമായിരുന്നു. കോൺഗ്രസ് നടത്തുന്ന അഴിമതികൾ ഈ രാജ്യത്തെ ലോകത്തിന് മുൻപിൽ നാണം കെടുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ സാധിച്ചു. എല്ലാ മേഖലയിലും പുരോഗതി എത്തിക്കാൻ സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം പിച്ചപാത്രവുമായി ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ കാവൽ നിന്നിരുന്ന രാഷ്ട്രമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിക്കൊണ്ട് ഇന്ന് ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ മുദ്രാവാക്യം തന്നെ ജസ്റ്റിസ് ടു ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ 10 വർഷക്കാലം 1 രൂപയുടെ അഴിമതി ആരോപണം പോലും ഒരു മന്ത്രിയുടെയോ ഉദ്യോഗസ്ഥൻ്റെയോ പേരിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഉയർന്നിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇന്ന് ലോകരാജ്യങ്ങൾ ഭാരതത്തിനെ വിശ്വഗുരുവായിട്ട് കാണുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ്സുകാരനും CPMകാരനും അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ പോവാന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 സീറ്റ് തയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഈ കേരളത്തിലെ ഈ രാജ്യത്തെ നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിച്ചത് CPM. ഇന്ന് ആ ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെടാൻ പോവുക, ചിഹ്നം നഷ്ടപ്പെടാൻ പോവുക. ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് CPM. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസ് സമ്മതിക്കുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന്. CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? CPM പറയട്ടെ. അത് മാത്രമല്ല, ഈ കേരളത്തില് CPMഉം കോൺഗ്രസും ചേർന്ന് ഗുസ്തിയ. ഈ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ CPMഉം കോൺഗ്രസും ദോസ്തിയ. ജനങ്ങളെ കബളിപ്പിക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഈ നാടിൻ്റെ സമഗ്രമായ വികസനം, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനങ്ങൾ 100% നടപ്പിലാക്കിയ പ്രോഗ്രസ് കാർഡുമായി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് NDA നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് 3ാമത് തവണയും അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ചാലക്കുടിയിലെ ജനങ്ങൾ, നമുക്കറിയാം, ഇവിടെ വലിയ കണക്ക് സൂചിപ്പിച്ചു UDFന്റെ പ്രതിനിധി. 4.5 കൊല്ലക്കാലം MP-യെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. MP എവിടെയായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ 4 മാസമായിട്ട് MP സജീവമാണ്. അല്ല, ലോക്സഭയിൽ ഹാജരുണ്ട് അദ്ദേഹത്തിന്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വികസന പ്രവർത്തനം, MP ഫണ്ട്. ആ MP ഫണ്ട് ഈ രാജ്യത്തെ എല്ലാ MP മാർക്ക് കൊടുക്കും. അത് ചെലവഴിക്കാൻ പ്രത്യേകിച്ച് വേറെ സംവിധാനം വേണ്ട.
ആ ജില്ലാ കളക്ടറെ ഒരു ഉദ്യോഗസ്ഥൻ നിർവഹണ സമിതി ഉദ്യോഗസ്ഥനായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതല്ലാതെ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വേണ്ടി എന്തു കൊണ്ടുവന്നു എന്ന് പറയാൻ തയ്യാറാവണം. നമുക്കറിയാൻ സാധിക്കും, നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അകമഴിഞ്ഞുള്ള സഹായമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ആലുവയില് അത്യാധുനിക മാർക്കറ്റ് 30 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രി മുൻ ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക ഫെസിലിറ്റിയുള്ള താലൂക്ക് ആശുപത്രി ഇവിടെ കേരളത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. കേരളത്തിലെ MP ഫണ്ടിന് പുറത്താണോ പൈസ? തീർച്ചയായിട്ടും MP ഫണ്ടിന് പുറത്ത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന JP നദ്ദയുടെ കാലഘട്ടത്തിലാണ് ചാലക്കുടി സർക്കാർ ആശുപത്രി, ESI ആശുപത്രി, റെയിൽവേ സ്റ്റേഷനുകൾ നമുക്കറിയാൻ സാധിക്കും. ചാലക്കുടി ആയിക്കോട്ടെ, അങ്കമാലി ആയിക്കോട്ടെ, ആലുവ ആയിക്കോട്ടെ, ആ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അതിനൂതനമായിട്ടുള്ള വികസനം. ആ വികസനമാണ് ഇന്ന് ഈ രാജ്യത്തും അതുപോലെ തന്നെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയാ, ഈ പുരോഗതിക്ക് വേണ്ടിയാ. ഇവിടെ കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ നരേന്ദ്രമോദി നിങ്ങളിലേക്കൊക്കെ ഒരിക്കൽ വരാം, വീണ്ടും വരാം. അപ്പം നമുക്ക് വോട്ടേഴ്സിന് സംസാരിക്കാനുണ്ട്. ചോദ്യങ്ങളാവാം, ചോദ്യങ്ങളായി ചോദിക്കാം, പരമാവധി ചോദ്യങ്ങളായി നമുക്ക് ചോദിക്കാം. യെസ്, എന്താണ്? പറയൂ. ചോദ്യം ആരോടാണ് എന്നും കൂടി ഒന്ന് വിശദീകരിച്ചേക്കണേ. BJPയുടെയും കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ കഴിഞ്ഞ 5 കൊല്ലമായി എടുത്തു പറയുന്ന ഒരു വികസനവും നടപ്പിലായില്ല. റെയിൽവേ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചാൽ സ്വാഭാവികമായും പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉൾപ്പെടെ പ്രഗത്ഭരായ MP-മാരുടെ കാലത്തും ഈ റെയിൽവേ സ്റ്റേഷൻ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും അല്ല. നിങ്ങളിങ്ങനെ പുച്ഛമായ രാഷ്ട്രീയം സംസാരിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ. അതുപോലെ ഈ MP എവിടെ നിന്നിട്ടുണ്ടോ അന്നൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്റെ കൂടി നേതാവായിരുന്ന ആളാണ്. വളരെ റെസ്പെക്ട് ആയിട്ട് പറയട്ടെ, കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചതാണ്. അത് കാര്യമില്ല. അദ്ദേഹം പിറവത്ത് നിന്നപ്പോൾ ഒരു പ്രാവശ്യം നിന്നു, പിറവത്തെ ജനങ്ങളെ മറന്ന് അദ്ദേഹം തോറ്റു. അതിനുശേഷം കാക്കനാട് മത്സരിച്ചു. ഞാൻ ചുരുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ കളങ്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെന്നി ബെഹനാൻ. അയാളെ രാഷ്ട്രീയത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് സീറ്റ് നിഷേധിച്ച നിരുത്തരവാദമായി പെരുമാറുന്ന ആ ഒരു വ്യക്തിയാണ് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞത്. VM സുധീരനെ പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ജനപിന്തുണയുള്ള രാഷ്ട്രീയ നേതാവ്. മറുപടിയിലേക്ക് നമുക്ക് വരാം. പറയൂ. ചോദ്യമായിട്ട് ചോദിക്കണേ. അല്ല, ആ ചേട്ടൻ പറഞ്ഞതിനൊരു മറുപടി. ഈ ചേട്ടന് ഈ പറയപ്പെടുന്ന ആലുവ നിയോജകമണ്ഡലം വോട്ടറാണ്. ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഇദ്ദേഹം എനിക്ക് ഒരു കൊരങ്ങൻ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം എത്രയോ പാർട്ടികൾ മാറി. അതിനുശേഷമാണ് VM സുധീരന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ പ്രിയപ്പെട്ട നേതാവ് പത്രമാധ്യമങ്ങൾ പോലും വായിക്കാറുള്ളത്. കാരണം ഇന്നലെ പ്രിയപ്പെട്ട ബെന്നി ബെഹനാന്റെ ഇലക്ഷൻ പ്രചരണം ഉദ്ഘാടനം ചെയ്ത് ചോദിക്കാനുണ്ടോ പ്രിയപ്പെട്ട, അതുപോലെ തന്നെ LDF-ന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തായാലും മെട്രോ റെയിൽ ഇവിടെ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ മെട്രോ റെയിലിനെതിരെ മടിക്കുത്തി സമരം ചെയ്തവരാ. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിലേക്ക് മെട്രോ റെയിൽ നീട്ടാൻ വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് UDF ഉമ്മൻചാണ്ടിയുടെ കാലത്ത് UDF ഉണ്ടാക്കിയ ആ മെട്രോ റെയിൽ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന തരത്തിൽ ബെന്നി ബെഹനാൻ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം സ്ഥാനാർത്ഥികളോട് പ്രതിനിധികളോട് ചോദിക്കാം. എനിക്ക് UDF-ന്റെ പ്രതിനിധിയോടാണ്. അത് വിലക്കി, വ്യക്തിപരമായ പരാമർശങ്ങളില്ല. അതപ്പം തന്നെ വിലക്കി. പറയൂ. UDF-ന്റെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രതിനിധീകരിച്ച MP ബെന്നി ബെഹനാൻ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഫെഡറൽ തത്വത്തിന് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ഇദ്ദേഹം ഈ 5 വർഷം എന്തുകൊണ്ട് പ്രകടമായ ഒരു പ്രതികരണം നടത്തിയില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചു,
നരേന്ദ്രമോദി വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. നരേന്ദ്രമോദി വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഭരിച്ച ആളുകൾ അഴിമതി നടത്തി എന്താണ് കൊണ്ടുപോയത് എന്ന് കോൺഗ്രസിന്റെ സോണിയാഗാന്ധി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, റോബർട്ട് വദ്ര ആയിക്കോട്ടെ, എന്താ കൊണ്ടുപോയെന്നുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ബോധിപ്പിക്കണ്ട. കാരണം നമുക്കറിയാൻ സാധിക്കും അഴിമതി നടത്തിയ ചരിത്രം. ഞാൻ അഴിമതിയുടെ പേര് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡർ 26 അക്ഷരം തികയില്ല കോൺഗ്രസ് അഴിമതി. അപ്പൊ അതുകൊണ്ട് അഴിമതിയെ കുറിച്ച് ബോണ്ട് പറയാം, ബോണ്ടിലെ കഥ പറയണോ? പിന്നെ ഇവിടെ സൂചിപ്പിച്ചു റെയിൽവേ വികസനം 55,000 കോടി രൂപയാണ് റെയിൽവേ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കൊണ്ടുവന്നത്. 1957 കോടി രൂപ 1957 കോടി രൂപ മെട്രോയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് മോദി ഗവൺമെന്റാ. ഇപ്പൊ ഇവിടെ പറഞ്ഞു വലിയ വിവാദമാണ് ഇപ്പോ എന്ത് ബോണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2017 മുൻപ് വരെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകിയിരുന്ന കള്ളപ്പണമായിരുന്നു. ആ കള്ളപ്പണം സുതാര്യമാകണമെന്ന അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞോട്ടെ, സുതാര്യമാണ്. പറയട്ടെ. ഇനിയിപ്പോ ബോണ്ട്, ആ പണം ആര് കൊടുക്കുന്നു? ആ പോകുന്ന അക്കൗണ്ടിലേക്ക് കാണാൻ സാധിക്കും. കിട്ടുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അതിലേക്ക് കാണാൻ സാധിക്കും. സുതാര്യമാണ്. പിന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് 6,566 കോടി രൂപ ബോണ്ട് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 1,123 കിട്ടിയിട്ടുണ്ട്. CPM അടക്കമുള്ള അതേ കക്ഷികൾ അതല്ല ഈ ബോണ്ട് എടുത്തവർക്ക് തിരിച്ചെന്ത് കിട്ടി? ബോണ്ട് എടുത്തവർക്ക് തിരിച്ചു കിട്ടിയത് കേസ് ഒഴിവാക്കപ്പെട്ടു, കരാറുകൾ കിട്ടി. കർത്താവ് 1.72 വെച്ചിട്ട് കൊടുത്തില്ലേ മാസപ്പടി? ഈ രാജ്യത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400-ലധികം MP-മാരുള്ള പാർട്ടിയാണ് BJP. 1,500 MLA-മാരുള്ള പാർട്ടിയാണ് BJP. 16 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി BJP സുതാര്യമായ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. സുതാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിലെ അല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? താങ്കൾ സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ തള്ളി പറയാൻ പാടില്ല. സുതാര്യമല്ല എന്ന് ബെഞ്ച് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണല്ലോ ഇനി ബോണ്ട് വേണ്ടെന്ന് പറഞ്ഞത്. സുതാര്യമല്ല, സുതാര്യമല്ലത്. ഇത്രയും കാലഘട്ടം സുതാര്യമല്ലാത്തതുകൊണ്ടാണ് സുപ്രീം കോടതി അല്ല സുതാര്യമല്ലാത്തത് ഈ സുപ്രീം കോടതി അല്ലല്ല. സുതാര്യമാണെങ്കിൽ സുപ്രീം കോടതി നിർത്താൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ CPM-നും കോൺഗ്രസിനും നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തുടർ ചർച്ച വേഗത്തിൽ വരാം. ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ നിൽക്കുന്നത് ആലുവ ചാലക്കുടി മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ നേതാക്കൾ തന്നെ നമ്മളോടൊപ്പമുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറഞ്ഞിട്ട് BJP-യുടെ ആരോപണങ്ങൾക്കും വിശദീകരണം നൽകാം. അതായത് എന്നോട് ചോദിച്ച ചോദ്യം കഴിഞ്ഞ CAA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബെന്നി ബെഹനാൻ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? എവിടെയായിരുന്നു അദ്ദേഹം? ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിനകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള സമരങ്ങൾ CAA വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ആലുവ വരെയുള്ള 19-20 കിലോമീറ്റർ നടന്നുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ UDF MP-മാരുടെ നേതൃത്വത്തിൽ നടത്തിയത് ആലുവക്കാർ മറന്നുപോകില്ല. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം CAA വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കുമായിട്ട് കേരളത്തിലെമ്പാടും നടന്നിട്ടുള്ള നേതാവിൻ്റെ പേര് ബെന്നി ബെഹനാൻ. ഒരിക്കൽ പോലും അദ്ദേഹം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അവരെ മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുക്കുന്ന നിലപാടുമായിട്ടാണ് ഈ കാലം വരെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ ആത്മാർത്ഥതയിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ CAA ഉൾപ്പെട്ടില്ല എന്ന ചോദ്യമുണ്ട്. കുറ്റകരമായ മൗനമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ്
കോൺഗ്രസിന് എന്താ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും വിമർശിച്ചിരുന്നു. അല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തെ 543 സീറ്റിലും കോൺഗ്രസോ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളിൽപ്പെട്ട ആളുകളോ വിജയിച്ചു വരേണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അധികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിവിസിബിൾ പോളിസിയുടെ പേരിൽ പ്രത്യേക താല്പര്യമെടുത്ത് ആളുകളെ ഭിന്നിപ്പിക്കുന്ന നയം BJP ഇറക്കുന്ന നയത്തിന്റെ ചൂണ്ടയിൽ കൊത്താനല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ റിവ്യൂ ചെയ്യും. അതെല്ലാം മാറ്റി പുതിയ നിയമങ്ങൾ നടപ്പാക്കുമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെയോ ശശി തരൂരിന്റെയോ കോൺഗ്രസ് നേതാക്കന്മാരുടെയോ CAA വിരുദ്ധ സമരങ്ങളിലെ ആത്മാർത്ഥ കുറവിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അത് ചോദിക്കാൻ എന്ത് അവകാശമുണ്ട്? കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അറിയാം ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താന്ന്. ഇവിടെ CAA വിരുദ്ധ സമരം കോൺഗ്രസും LDFും UDFും LDFും ഒന്നിച്ചല്ലേ നടത്തിയത്, ഒന്നിച്ചല്ലേ നമ്മൾ പ്രമേയം പാസ്സാക്കിയത്. അതിനുശേഷം നമ്മൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെതിരെ എടുത്ത കേസിൽ 573 കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുള്ള സർക്കാരാണ് പിണറായി സർക്കാർ. മാത്രവുമല്ല, ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ 2 ആഴ്ചക്കാലം മുമ്പ് കേരളത്തിലെമ്പാടും യൂത്ത് കോൺഗ്രസിന്റെയും MSFന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ CPMന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാർ, അവരുടെ പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയൻ എങ്ങനെ അത് കലാപാഹ്വാനമായിട്ട് തന്നത്? അത് ഞങ്ങളോട് പറഞ്ഞു തരണ്ടേ? മാത്രമല്ല, ഇത് ആലുവയിലല്ല നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ആലുവയിലെ നാട്ടുകാർ സംഘടിച്ച് പോലീസിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാ ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. ഇവിടെ ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് അവിടുത്തെ SP-യുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 2.5 വർഷം കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഇടപെട്ടത് തിരുത്തിയിട്ടുണ്ടോ? മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആളെ കൊല്ലാൻ വിടാൻ ഇന്നോവ വിട്ട പാർട്ടിയുടെ നേതാവ്, എന്നിട്ട് തീവ്രവാദികളാണ് കൊന്നതെന്ന് പ്രസംഗിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, പാർട്ടി ചാനലും പത്രവും മുഴുവൻ പ്രചരണം നടത്തി. മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഇവർ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇവരുടെ നയം എന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ്. സംഘപരിവാറിന്റെ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ. സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എതിര് പറയാൻ പറ്റുമോ? ഇവിടെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ മുഴുവൻ ജനവിരുദ്ധ പരിപാടികളും, ഈ റിയാസ് മൗലവിയുടെ മരണമടക്കം, അതിൽ അലനും താഹയും എന്ന് പറഞ്ഞ SFIയുടെ DYFIയുടെ പ്രവർത്തകർക്കെതിരെ UAPA പ്രകാരം കേസെടുത്ത പിണറായി വിജയന്റെ സർക്കാർ റിയാസ് മൗലവി എന്ന് പറഞ്ഞ ഒരു സാധാരണപ്പെട്ട ഒരു ആള് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ, അദ്ദേഹത്തിന്റെ പള്ളിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോയി വെട്ടിക്കൊന്നവർക്കെതിരെ UAPA എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പറയണ്ടേ? അത് പറയാതെ എന്തുകൊണ്ടാ? ഇവിടെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇവരുടെ സ്നേഹം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നരേന്ദ്രമോദിയേക്കാൾ മുമ്പ് ആവശ്യപ്പെട്ടത് EMS സമുദ്രിപ്പട. തർക്കമന്ദിരമായിട്ടുള്ള ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് EMS സമുദ്രിപ്പട. ഇവരുടെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ BJP പറഞ്ഞൊരു കാര്യമുണ്ട്, നെഹ്റു ഈ രാജ്യത്തെ കൊള്ളയടിച്ചു, അഴിമതി നടത്തി, വീട്ടിലേക്ക് കൊണ്ടുപോയിന്ന്. സ്വന്തം വീട് ഈ രാജ്യത്തിന് എഴുതി കൊടുത്ത ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ആ തീൻമൂർത്തി ഭവന്റെ പേരിപ്പോ നരേന്ദ്രമോദി മാറ്റിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല. പക്ഷെ നെഹ്റു സംഭാവന ചെയ്ത സ്വന്തം വീടിന്റെ പേര് മാറ്റിയിട്ട് അത് പ്രധാനമന്ത്രിയുടെ മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുക നരേന്ദ്രമോദി. ഞാൻ ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. ഇവിടെ മോദി പുരോഗതി നടത്തി എന്ന് ഇവർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സഹോദര, വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? പെട്രോളിയം നികുതി കൊള്ള ഇല്ലാതാക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? തൊഴിൽ നൽകാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും ആദിവാസികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ സർക്കാരിന് സാധിച്ചോ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം എന്ത് ഭരണ നേട്ടമാണ് നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കണം. ഭിന്നിപ്പ് വിതച്ചുകൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മറുപടി കഴിഞ്ഞിട്ട് വീണ്ടും വരാം. പറഞ്ഞു. ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് ചൂണ്ടിക്കാണിച്ചത് ശ്രീ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഈ ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാത്ത ഒരു MP എന്ന നിലയിൽ തന്നെയാണ് ബെന്നി ബെഹനാൻ അറിയപ്പെടുന്നത്. ഇന്ന് അത് പറയാനുള്ള കാരണം, അതിരപ്പള്ളി വാഴച്ചാൽ എടാറ്റൂൺ ടൂറിസ്റ്റ് സർക്യൂട്ട്, ആ പദ്ധതി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. മലയാറ്റൂർ കാലടി പിൽഗ്രിം സെൻറ്റർ വികസനം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഇടപെടാത്ത ഒരു MP എന്ന നിലയിലാണ് ബെന്നി ബെഹനാൻ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവകാശപ്പെടുമ്പോഴാണ്, ആ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുമ്പോഴാണ് ഇന്ത്യ 23 കോടി ജനങ്ങൾ
പട്ടിണി കിടക്കുന്ന രാജ്യമായി ഇന്ന് അറിയപ്പെടുന്നത്. ലോകത്ത് ആ രീതിയിൽ ഇന്ത്യ അറിയപ്പെടുന്നത്. അങ്ങനെ പട്ടിണി കിടക്കുന്നവരുടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 15 ലക്ഷത്തോളം വരുന്ന തൊഴിലുകൾ നികത്തപ്പെടാൻ കിടക്കുകയാണ്. അത് നികത്തപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ പട്ടിണി, കൃഷിക്കാർക്കെതിരെയുള്ള യുദ്ധം നിലയിലുള്ള അവർക്കെതിരെയുള്ള സിവിൽ നിയമങ്ങൾ പിന്നെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെൻറ്റിൻ്റെ ആ രീതി കൊണ്ടാണ് ഇപ്പോൾ CAA കൊണ്ടുവന്നത്. CAA സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് പ്രതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എവിടെ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു? ബെന്നി ബെഹനാൻ MP ആണ്, ലോകസഭ MP ആണ്. ഷഹാൻപൂരിൽ സമരം ഉണ്ടായി, ഡൽഹിയിൽ സമരം ഉണ്ടായി. അവിടെയെല്ലാം തന്നെ സമരം നടത്തിയപ്പോൾ ഈ പറയുന്ന ബെന്നി ബെഹനാൻ എവിടെയായിരുന്നു? കോൺഗ്രസ് എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അവിടെ ആയിരക്കണക്കിന് ആളുകൾ അതിശക്തമായ സമരം നടത്തിക്കൊണ്ട് CAA പൗരത്വം ഭേദഗതി നിയമം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഉണ്ടായില്ല. മാത്രമല്ല, ഈ പൗരത്വ ഭേദഗതി ബില്ലിനായിട്ടുള്ള വോട്ടെടുപ്പ് വന്നപ്പോ അവിടെ ഇല്ലാത്ത MP പേരാണ് ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് വോട്ട് ചെയ്തില്ല. ആ ഭേദഗതി നിയമത്തിനായി കോൺഗ്രസ് വോട്ട് ചെയ്തില്ല. അത് കാണാതെ പോകരുത്. ആ നിലയിൽ ഇന്ന് ഇന്ത്യക്കകത്ത് മുസ്ലിം വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് 2ാം നിര പൗരന്മാരാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള നിയമം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് എവിടെ പോയത് ചോദ്യത്തിനകത്ത് ആ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ആലുവയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എളുപ്പമാണ് പ്രകടനം നടത്താൻ, സംഘടിപ്പിക്കാൻ. കോൺഗ്രസ് പാർലമെന്റിനകത്ത് നടത്താൻ വേണ്ടിയുള്ള ചങ്കൂറ്റം കാണിക്കാത്ത കോൺഗ്രസ് ആണ് ഇപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു ആലുവയ്ക്ക് കുഴപ്പമുണ്ടെന്ന്, നിങ്ങളും പറയുന്നു ആലുവയ്ക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? അതൊന്ന് പറഞ്ഞേ. ആലുവയിൽ കണ്ണിപ്പൊടി ആലുവയിൽ സമരം നടത്തിക്കൊണ്ട് മാത്രമായില്ല. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ, ചൂടായിട്ട് യാതൊരു കാര്യമില്ല. ആലുവയിൽ മാത്രം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഈ വിധത്തിൽ 2ാം നിര പൗരന്മാരായി മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ ഒന്നും ചെയ്യാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. അതുകൊണ്ട് തന്നെയാണ് പ്രകടന പത്രികയകത്ത് ഈ പറയുന്ന ഭാഗം ഇല്ലാതെ പോയിട്ടുള്ളത്. എന്താ പ്രശ്നം? ആലുവയെ പ്രത്യേക പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ തലം ആലുവയിൽ പ്രത്യേക പരാമർശം നടത്തി. അദ്ദേഹം വർഗീയമായ ആലുവയെ താങ്കൾ ആലുവയെ പറ്റി പ്രത്യേക പരാമർശമാണോ നടത്തിയത്? കോൺഗ്രസിന്റെ സുഹൃത്ത് തന്റെ ചെവിക്ക് നീ പ്രശ്നമുണ്ടെങ്കിൽ ആ ചെവി കഴുകിച്ചു നോക്കുക. അതല്ലാതെ ആലുവയ്ക്കകത്ത് സമരം ചെയ്യാൻ എളുപ്പമാണ്, അങ്കമാലിക്കകത്ത് സമരം ചെയ്യാൻ എളുപ്പമാണ്. പരാമർശം പിൻവലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. യാതൊരു കാര്യമില്ല. അങ്കമാലിക്കകത്ത് സമരം ചെയ്യാം, ആലുവയ്ക്കകത്ത് സമരം ചെയ്യാം, എറണാകുളത്ത് സമരം ചെയ്യാം. എന്തുകൊണ്ട് സമരം ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ഈ MP ഡൽഹിക്കകത്ത് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഇല്ലാതെ പോയെന്ന് ഇവിടെയുള്ള കോൺഗ്രസിന്റെ വക്താവ്. ഈ ആലുവ പരാമർശം നേരത്തെ നിയമസഭയിൽ വലിയ ചർച്ചയായതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ പറഞ്ഞതും അതേ അർത്ഥത്തിലാണെന്ന് വളരെ സ്പഷ്ടമായി പറയുന്നു. ബെന്നി ബെഹനാൻ MPക്ക് ആലുവയിൽ സമരം ചെയ്യാം, എറണാകുളത്ത് സമരം ചെയ്യാം, കേരളത്തിൽ സമരം ചെയ്യാം, അങ്കമാലി സമരം ചെയ്യാം. എന്തുകൊണ്ട് ഷഹാൻപൂരിൽ സമരത്തിൽ നേതൃത്വം കൊടുത്തില്ല? എന്തുകൊണ്ട് പാർലമെന്റിൽ സമരം നേതൃത്വം കൊടുത്തില്ല? എന്തുകൊണ്ട് പൗരത്വ ബില്ല് ഭേദഗതിക്കകത്ത് ഇടപെട്ടുകൊണ്ട് വോട്ട് ചെയ്തില്ല? അതാണ് എന്റെ ചോദ്യം. അതെ, കേൾക്കണില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പൂമുടൽ നടത്തില്ല, അതിന്റെ പേരെ മൃദു ഹിന്ദുത്വം. ഒരു കാര്യം, എനിക്ക് ഇവിടെ സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. ആളുകൾ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, അവരുടെ വിശ്വാസങ്ങൾ നടത്തും. ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോ വെറുതെ ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവും അങ്ങനെ ഒന്നും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. രണ്ട് മുന്നണികളോടാണല്ലോ നിങ്ങൾ ഐക്യത്തായിട്ടും എൻകുത്തായിട്ടും ഈ ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ? അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന 2 മുന്നണി സംവിധാനങ്ങൾ അവർ ഒരുമിച്ച് ഭരിച്ച സമയത്തും കോൺഗ്രസ് ഭരിച്ച സമയത്തും ഈ ചാലക്കുടി ഉൾപ്പെടെയുള്ള പൈതൃകമായിട്ടുള്ള മലയാറ്റൂരും അതേപോലെ കോലഞ്ചേരി കടമറ്റവും മോരക്കാല പള്ളി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കാലടി ഉൾപ്പെടെയുള്ള ഈ പൈതൃകത്തിന് എന്ത് ചെയ്തു എന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഈ മുന്നണികൾ പറയട്ടെ. ഇവര് മുതലക്കണ്ണീർ ഒഴുക്കണ്ടല്ലോ. ആരാണ് ഇവിടുത്തെ ഈ ഈരാട്ടുപറ്റ ഉൾപ്പെടെയുള്ള തീവ്രവാദ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ഈ കോൺഗ്രസിന്റെ നേതാവ് തയ്യാറായതെന്താ? SDPI പിന്തുണയ്ക്കുന്നുകൊണ്ടാ?
പറയൂ ജിന്നു. അല്ല ഞാൻ പറഞ്ഞോട്ടെ STP യുടെ പിന്തുണയും വേണ്ട, BJP യുടെ പിന്തുണയും വേണ്ട, സ്വീകരിച്ചല്ലോ, STP യുടെ പിന്തുണ സ്വീകരിച്ചല്ലോ, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സ്വീകരിച്ചല്ലോ, STP യുടെ പിന്തുണ സ്വീകരിച്ചല്ലോ. ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഈ പറയട്ടെ. മുന്നണിയായിട്ട് മത്സരിക്കണ്ടേ എന്നല്ല ചോദിച്ചേ, അതിന് ഉത്തരം പറഞ്ഞോ, പറയട്ടെ. ചോദിച്ചോ. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ എങ്ങനെ എതിർക്കുന്നു അതിന്റെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നരേന്ദ്രമോദിക്കെതിരെ ചെറുവിരലനക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല. RSS ആണെങ്കിലും STP ആണെങ്കിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒറ്റ നയമാണ്. ഇവിടെ കോൺഗ്രസ് ഇവിടെ സുഹൃത്ത് ചോദിക്കണ്ടായി, ഇവിടെ ഒരു സുഹൃത്ത് ചോദിക്കണ്ടായി. ആവശ്യമില്ല, RSSന് പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുകയുണ്ടായി. STP യുടെ പിന്തുണ ആവശ്യമില്ല, അവരുടെ വോട്ട് ആവശ്യമില്ല, RSSന് വോട്ട് ആവശ്യമില്ല, പിന്തുണ ആവശ്യമില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയാവുന്ന ഏക പ്രസ്ഥാനം LDF ആണ്. ആ ചിന്ത ഉണ്ടാകണം. STP യുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് വെമ്പായം പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയത് പിറ്റേ ദിവസം രാജിവെച്ചിട്ടുണ്ടാവും. ആ പ്രസിഡന്റ് അവിടെ ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാജിവെച്ചെങ്കിൽ STP പിന്തുണ കോൺഗ്രസ് കോൺഗ്രസും CBIയുടെ വക്കീൽ 38 തവണ സുപ്രീം കോടതി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉൾപ്പെടെ മണിപ്പൂര് കത്തിയപ്പ അട്ടഹാസം രചിച്ചിരുന്ന ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയപ്പോ 50 രൂപക്ക് പെട്രോള്, 400 രൂപക്ക് ഗ്യാസ് ഞങ്ങൾക്കാർക്കും ഇവിടെ നിൽക്കണ ആർക്കും കിട്ടിയിട്ടില്ല. BJP-ക്കാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഹലോ, ഇവിടെ ഈ രാജ്യം BJP-യുടെ 2 പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഒന്ന് AB വാജ്പേയിയും ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്ര മോഡിജിയും കൂടി. ഈ രാഷ്ട്രം മറ്റു വിദേശ നയമെടുത്ത പാലസ്തീന്റെ വിഷയത്തിൽ AB വാജ്പേയിയുടെ നയം എന്തായിരുന്നു, നരേന്ദ്രമോദിയുടെ നയം എന്തായിരുന്നു? ഇത് BJP രാഷ്ട്രീയം, BJP-ക്കാര് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. അതിന് താങ്കൾ തയ്യാറുണ്ടോ? ശരി, ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള കൂടി എടുക്കണം. ഇടവേള കഴിഞ്ഞ് നമുക്ക് ചർച്ചയിലേക്ക് തുടരാം. നമ്മൾ ചർച്ച തുടരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ ആലുവയിൽ നിന്ന് ചാലക്കുടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഞാൻ വേഗം അതിഥികളിലേക്ക് പോകുന്നു. പറയൂ. അതായത് ഒരു സുഹൃത്ത് ചോദിച്ചു മണിപ്പൂർ കലാപത്തെ കുറിച്ച്. അതെ, സഗതി കലാപവും അക്രമവും എല്ലാം അപലപനീയമാണ്, സംശയമില്ല, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ നമുക്കറിയാൻ സാധിക്കും 2 ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം. ആ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നാം മനസ്സിലാക്കണം, അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോയി, വിളിച്ചിരുത്തി, കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ, പോയില്ല. CPM ആവരുത്, കോൺഗ്രസ് ആവരുത്. ഞാൻ പറയട്ടെ 1993-ലും 1997-ലും സുഹൃത്തെ പറഞ്ഞോട്ടെ, 1993-ലും 1997-ലും 1.5 വർഷക്കാലം നീണ്ടുനിന്ന മണിപ്പൂരിൽ കലാപമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി പോയോ, പ്രധാനമന്ത്രി പോയോ? പോയില്ലല്ലോ. പിന്നെ സിഖ് കൂട്ടക്കൊല 1984-ൽ സിഖ് കൂട്ടക്കൊല നടന്നു. അവിടെ പ്രധാനമന്ത്രി പോയോ? പോയില്ലല്ലോ. പിന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് മുതലക്കണ്ണിലൊഴുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ആരാ വിളിച്ചത്? നികൃഷ്ട ജീവി. തിരുവനന്തപുരത്ത് ലാത്തൻ കത്തലിക് ബിഷപ്പ്, ആ ബിഷപ്പിനെ PFI-ക്കാര് കൊലവിളി നടത്തി ആക്രമിച്ചു. നടപടിയെടുക്കാൻ പോയോ? പൂഞ്ഞാറ് ദേവാലയ വിളപ്പില് 2 മാസം മുമ്പ് പൂഞ്ഞാറ് ദേവാലയ വിളപ്പില് വികാരി ആക്രമിച്ചല്ലോ. വടക്ക് നോക്കി തെക്കോട്ട് നോക്ക്, വടക്ക് നോക്കി യന്ത്രങ്ങളാ, തെക്കോട്ട് നോക്ക്. ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നു.
കേട്ടില്ല. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം എന്തുകൊണ്ട് ആലോചിക്കുന്നു? മണിപ്പൂരിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടന്നിട്ടില്ല. മണിപ്പൂരിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അക്രമം നടന്നിട്ടില്ല. 2 ഗോത്രവർഗ വിഭാഗങ്ങൾ ഒഴിവാക്കിയതാരാ? ഞങ്ങളാണോ? CA വന്നപ്പോ മുസ്ലിമിനെ ഒഴിവാക്കിയതാരാ? പൊന്നു സുഹൃത്തെ, അല്ല, നിങ്ങൾ വിദേശത്ത് പോയാല് അവിടെ എക്സിറ്റ് അടിക്കോ? എന്റെ ചോദ്യം, നിങ്ങള് ആരും ഗൾഫിൽ പോയിട്ടില്ല? നിങ്ങൾ ആരും വിദേശത്ത് പോയിട്ടില്ല? വിദേശത്ത് പോയാൽ അവിടെ രേഖകൾ ശരിയല്ലെങ്കിൽ എക്സിറ്റ് തിരിച്ചടയ്ക്കാറുണ്ടോ? ഈ രാജ്യത്തിന് നിയമം വേണം. അത്രയുള്ളൂ. വർഗീയവാദികൾക്ക്, വിഘടനവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള കേന്ദ്രമല്ല ഭാരതം. ഇതിൽ SDPI CA വിഷയങ്ങളിൽ UDF കോൺഗ്രസിന് കൺഫ്യൂഷൻ ഉണ്ടോ ഇപ്പോഴും? ശ്രീ വിജയകുമാർ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഈരാറ്റുപേട്ടയിലെ മറ്റു പല കാര്യങ്ങളെ കുറിച്ച്, മണിപ്പൂരിൽ നിന്ന് നേരെ വന്ന് താമരശ്ശേരിയിലേക്കാണ്. ഇതിനിടയ്ക്ക് ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കാര്യം അദ്ദേഹം മറന്നുപോവാ. മണിപ്പൂരിൽ ഞാനത് പറയട്ടെ. ഈ മണിപ്പൂരില് 10,000-കണക്കിന് മനുഷ്യർ പലായനം ചെയ്തു. 400-ലധികം ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങളാണ് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുള്ളത് എന്നുള്ള മുഴുവൻ റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അവിടെ രാഹുൽ ഗാന്ധി പോകുന്നു. നിങ്ങൾ പഴയ ചരിത്രം മുഴുവൻ പറയുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ? എന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല? കള്ളവല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ കള്ളം പറയുന്നത്. പോയിട്ടില്ല. മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇദ്ദേഹം ചോദിച്ചു ഇവിടുത്തെ ബെന്നി ബെഹനാൻ MP മറ്റേ ഡൽഹിയിലെ കലാപ പ്രദേശങ്ങളിൽ പോയോന്ന്. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കർണക്കുട്ടി സംഘപരിവാറുകാർ അടിച്ചു പൊളിച്ചപ്പോൾ ആദ്യം പോയി ആശ്വസിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാ. നിങ്ങളുടെ പിണറായി വിജയൻ പോയോ ആശ്വസിപ്പിക്കാൻ? പോയില്ല. ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്ക് ഒരൊറ്റ മിനിറ്റ് മതി സുഹൃത്തെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ BJPക്ക് വേണ്ടിയിട്ട് പറയുന്നു. നിങ്ങൾ BJPക്ക് വേണ്ടി പറയുന്നവർക്ക് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയോ? 400 രൂപയ്ക്ക് ഗ്യാസ് കിട്ടിയോ? നിങ്ങൾക്ക് തൊഴിൽ കിട്ടിയോ? നിങ്ങൾക്ക് 1 രൂപയുടെ നീക്കി ബാക്കി നിങ്ങളുടെ കുടുംബത്തിനുണ്ടോ? പിന്നെ എന്താണ് 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരുന്നോളൂ, നിങ്ങൾ ഓടിയിട്ടോളൂ, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കോളൂ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. ഒരു സംശയമില്ല. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോളൂ. 15 ലക്ഷം. അദാനിയുടെ കമ്പനിക്ക് 20,000 കോടി രൂപ വന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ കൊള്ള മുഴുവൻ നടത്തിയിട്ട് സുപ്രീം കോടതി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും കിഡ്നി അഴിമതി, ബോഫേഴ്സ് അഴിമതി, യൂറി അഴിമതി, ഓഹരി അഴിമതി, കാലിറ്റി അഴിമതി, കോമൺവെൽത്ത് കേസ് അഴിമതി, ഈ രാജ്യത്തെ അഴിമതി നടത്തി ജയിലിൽ പോയ നിങ്ങൾ എന്ത് ചെയ്തു? 10 വർഷക്കാലം കോൺഗ്രസ് ആണ്, BJP അല്ല. ശരി, പറയൂ. താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് രാജ്യത്ത് ഉള്ള ഭരണഘടന തന്നെ തകർക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സൂചനയാണ് CAA ബില്ല് കൊണ്ടുവന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കോൺഗ്രസ് പറയുമ്പോൾ ഇന്നത്തെ കോൺഗ്രസ് 10 മണിക്ക് കോൺഗ്രസ്, 11 മണിക്ക് BJP ആവാണ്. അങ്ങനെ കോൺഗ്രസ് 13 മുഖ്യമന്ത്രിമാർ, 13 മുൻ മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന്റെ തന്നെ അവസാനം പറഞ്ഞല്ലോ. ഇപ്പോ മനു അഭിഷേക് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഹിമാചൽ പ്രദേശ് ചെന്നിട്ട് അവിടെ MP ആയും ചെന്നു. രാത്രി അദ്ദേഹം ഡിന്നർ കഴിച്ചു, പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അദ്ദേഹം വിശ്വസിച്ചു ഈ MP മാരെല്ലാം കൂടെയുണ്ട്, MLA മാരും കൂടെ എന്ന് വിശ്വസിച്ചു.
എന്ത് ഇലക്ഷൻ സംഭവിച്ചു? BJP ജയിച്ചു. ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ BJP അല്ല, BJP ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏക്കാനിയുടെ മകൻ BJP പോയത്, അതോടൊപ്പം തന്നെയാണ് കരുണാകരന്റെ മകൾ BJP പോയത്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ നമ്മുടെ കേരളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായി ഇന്ന് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വേഗത്തിൽ അതിഥികളിലേക്ക്. ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഇത് കേന്ദ്രത്തിലേക്കുള്ള ഇലക്ഷനാണ്. കേന്ദ്രത്തിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലായി തീർച്ചയാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുക്കേണ്ടുന്ന വീതം കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് ഈ കേരളത്തിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും ഒറ്റക്കെട്ടായി ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് അസ്വസ്ഥരായ കോൺഗ്രസ്സുകാർ യാതൊരു കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോ ഈ ചർച്ചയിൽ വന്നിങ്ങനെ വീരവസ്യ വിളമ്പിക്കൊണ്ട് യാതൊരു കാര്യമില്ല സുഹൃത്തെ. ഇന്ന് ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത് നെറിവിന്റെ രാഷ്ട്രീയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് എന്തിന് എന്ന ആദ്യത്തെ ചോദ്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അതിന് ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യണമെന്നുള്ളതിന്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. 2014 വരെ ഈ രാജ്യത്തെ ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്കും ഭയപ്പാടില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാമായിരുന്നു. സാഹചര്യമല്ല. ഒരാൾ പോലും സംസാരിക്കില്ല, ഒരാൾ പോലും എതിർത്ത് വോട്ട് ചെയ്യില്ല, ഒരാൾ പോലും ശബ്ദിക്കില്ല. അത്രേ ഉള്ളൂ. ഞാൻ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. അത് നമ്മളെ ഒരു ജനാധിപത്യ മര്യാദയാണ്. ഇനി കോൺഗ്രസിന് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ രാജസ്ഥാനിലും ഒക്കെ സ്ഥാനാർത്ഥികൾ എന്തിനാ വിശ്വാസമില്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചോദിച്ചതുപോലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനങ്ങളുമില്ല. CPM-ന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ബോംബുണ്ടാക്കി കളിക്കുകയാണ് കേരളത്തിലെ ആളുകൾക്ക് ജീവിക്കാനായിട്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആ NDA സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരുന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും CPM-നും ഈ തിരഞ്ഞെടുപ്പിൽ യാതൊരു പ്രസക്തിയില്ല. ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞു സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും രാഹുൽ ഗാന്ധിയും പി രാജയും രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ആനിരാജ്യം മത്സരിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമതും നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് BJP NDA ഉറപ്പ് നൽകാൻ പോവുകയാണ്. ഒരു ശരി. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന് പറയുന്ന പരിപാടിയുടെ അവസാന ഘട്ടം എന്താണ്? സംഘർഷഭരിതമാണ്. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു മണ്ഡലത്തിൽ കാണാം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.